ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. 2 വർഷത്തിലധികമായി മുടങ്ങിക്കിടന്ന പണികൾ പുനരാരംഭിക്കാൻ നടപടി തുടങ്ങി. കനത്ത മഴയിൽ എയർ സ്ട്രിപ്പിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരുന്നു. പദ്ധതിക്കെതിരെ വനംവകുപ്പും രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സത്രം എയർ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി ഇത്തരത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും വനം വകുപ്പിന്റെ ഇടപെടലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് പ്രധാനമായും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 12 ഏക്കറോളം സ്ഥലമാണ് NGCക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗം റിസർവ് വനത്തിന് ഭാഗമാണ് എന്ന ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലവിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ NGCയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ സത്രത്തിൽ ഇന്നലെ പരിശോധനകൾ നടത്തിയത്. അഡീഷണൽ ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് ഈ എയർ സ്ട്രിപ്പിൽ പരിശോധനകൾ നടത്തിയത്. പ്രധാനമായും ഈ റൺവേയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താണിട്ടുണ്ട്. ഈ ഇടിഞ്ഞു താണ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇടിഞ്ഞു താണ ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വനം, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്ന് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ഈ എയറോ മോഡൽ ഉപയോഗിച്ച് സേഫ് ലാൻഡിങ്ങും ടേക്ക് ഓഫും എല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നത്. കൂടാതെ ആർമിയുടെ വാഹനം, അതായത് ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഇവിടെ ഇറക്കി പരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 24 കോടി രൂപയാണ് NCC സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ഇതിന് പ്രകാരം 14 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏകദേശം 800 മീറ്റർ നീളത്തിൽ റൺവേ, അതുപോലെ തന്നെ വിമാനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മണ്ണ് പരിശോധന നടത്തി ഈ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഈ റൺവേ സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടമായി ചെയ്യേണ്ടതായുള്ളത്. 6.5 കോടി രൂപ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പൂർത്തീകരിച്ച് അടിയന്തരമായി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു സത്രം എയർ സ്ട്രിപ്പ് വീണ്ടും അതിന്റെ പ്രവർത്തനത്തിലേക്ക് വീണ്ടും എത്തുകയും ഇടുക്കിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിനും അത് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഓക്കെ, ശരി സുബിൻ.